കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുവേ, ഈ വിശുദ്ധ നോമ്പുകാലത്ത് അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിലയേറിയ സമയത്തിനായി നന്ദി പറയുന്നു നാഥ. വചനം പറയുന്ന അടിയനെയും കേൾവിക്കാരായിരിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശുവിൻ്റെ കുരിശുമരണത്തിലേക്കും പുനരുത്ഥാനത്തിലേക്കും നയിക്കുന്ന ഒരു സംഭവമാണ് യോഹന്നാൻ 11-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച സംഭവം. ദൈവത്തിന്റെ സമയവും അവിടുത്തെ പദ്ധതികളും നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് എന്ന് ഈ ഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 4-ൽ ലാസറിന്റെ രോഗത്തെക്കുറിച്ച് കേട്ടപ്പോൾ യേശു പറയുന്നത്, ഈ രോഗം മരണത്തിനായിട്ടല്ല, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്നാണ്. ലാസറിനെ യേശു അത്രയധികം സ്നേഹിച്ചിട്ടും അവൻ രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ താൻ നിന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടി താമസിച്ചു എന്ന് ബൈബിൾ പറയുന്നു. ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തിൽ നിന്ന് ഈ വിശുദ്ധ നോമ്പുകാലത്ത് നമുക്ക് ലഭിക്കുന്ന ചില ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായി, ദൈവം മറുപടി നൽകാത്തപ്പോൾ നാം എന്ത് ചെയ്യും? ദൈവം മറുപടി നൽകാത്തപ്പോൾ നാം എന്ത് ചെയ്യും? വിശ്വാസികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് പ്രാർത്ഥനയ്ക്കുള്ള ദൈവത്തിന്റെ മറുപടി വൈകുന്നത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ടാവാം. അടിയന്തര സാഹചര്യങ്ങൾ പോലും ദൈവം മൗനം പാലിക്കുമ്പോൾ നാം എങ്ങനെ പ്രതികരിക്കും? സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉത്തരം ലഭിക്കാതെ വന്നാൽ നാം എന്ത് ചെയ്യും? കുടുംബ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് നാം മനസ്സ് തകർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മൗനം പാലിച്ചാൽ നാം എന്ത് ചെയ്യും? മോശമായ മെഡിക്കൽ റിപ്പോർട്ട് കയ്യിൽ കിട്ടുന്ന സാഹചര്യത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മൗനമായിരുന്നാൽ നാം എന്ത് ചെയ്യും? മറിയയും മാർത്തയും തന്റെ സഹോദരനെ ദൈവം സൗഖ്യപ്പെടുത്തും എന്നാണ് കരുതിയിരുന്നത്. യോഹന്നാൻ 11:21 മാർത്ത കർത്താവിനോട് പറയുന്നത്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്നാണ്. എന്നാൽ യേശുവിന് ഒരു രോഗശാന്തി എന്നതിനപ്പുറം ഒരു പുനരുത്ഥാന അത്ഭുതം എന്ന വലിയ പദ്ധതിയാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്തകൾ എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രണ്ടാമതായി, വിശ്വാസത്തിലൂടെയുള്ള പാത. വിശ്വാസത്തിലൂടെയുള്ള പാത, എ ഫെയ്ത്ത് വാക്ക്. ദൈവം ഒരു വാഗ്ദാനം നൽകുന്നതിനും അത് നിറവേറുന്നതിനും ഇടയിലുള്ള ഒരു സമയത്തെ ഫെയ്ത്ത് വാക്ക് എന്ന് വിളിക്കാം. ഈ കാലഘട്ടത്തിൽ പൈശാചികമായ പ്രലോഭനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ആ പ്രതിസന്ധികൾക്കിടയിലും ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയണം. ആരാധന എന്നത് സാഹചര്യങ്ങളെ ആശ്രയിച്ച് ഉള്ളതല്ല, അത് ആത്മാവിലും സത്യത്തിലും ഉള്ളതാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്കലെത്തിയപ്പോൾ 4 ദിവസം കഴിഞ്ഞിരുന്നു. ദുർഗന്ധം വമിച്ചു തുടങ്ങിയിരുന്നു. നാം പലപ്പോഴും കരുതുന്നത് സമയം വൈകിപ്പോയി എന്നാണ്. എന്നാൽ ദൈവത്തിന് ഒരിക്കലും സമയം വൈകിയിട്ടില്ല. ഹി മേക്സ് എവ്രിതിങ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് ടൈം. മൂന്നാമതായി, കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നവരായി മാറുക. കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നവരായി മാറുക. യോഹന്നാൻ 11:43 യേശു ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. മരിച്ച് 4 ദിവസം കഴിഞ്ഞ ലാസർ കർത്താവിന്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് വരികയാണ് ഇവിടെ.
ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ സാഹചര്യങ്ങൾ എത്ര വിപരീതമായാലും നിറവേറുക തന്നെ ചെയ്യും. യേശുവിന്റെ വാക്കുകൾ രോഗശൈലിയിലല്ല, കല്ലറയിലാണ് ലാസറിനെ കണ്ടുമുട്ടിയത്. അതിനാൽ ഏത് മരണനിഴലും താഴ്വരയിലും ദൈവത്തെ വിശ്വസിക്കാനും അവിടുത്തെ വിളി കേൾക്കുമ്പോൾ പുറത്തു വരാനും നമുക്ക് കഴിയണം. നാം എത്ര നിർജീവാവസ്ഥയിലായിരുന്നാലും നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന, നമുക്ക് നിത്യജീവൻ നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഈ വിശുദ്ധ നോമ്പുകാലത്ത് കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ശാന്തമായി നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. അപ്രകാരം ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നാളായാലും മാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. 4 നാളായാലും മാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടുമേ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടുമേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നതോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നതോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ.